നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് വരുമാഴ്ചയിലെ ട്രെൻഡ് നോക്കാം. സ്ട്രോങ് ബൈല് നിലനിർത്തിയിരുന്നതും വരുമാഴ്ചയിലും നിലനിൽക്കുന്നതായിട്ട് കാണുന്നത് BTC, USD CAD, USD JPY, USD CHF. ഈ പെയർ നമ്മൾ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് തുടർച്ചയായിട്ട് സ്ട്രോങ് ബൈലാണ് നിലനിർത്തുന്നത് സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ സ്ട്രോങ് സെല്ല് നിലനിൽക്കുന്നത് നിഫ്റ്റി, യൂറോ USD, NFT USD, GBP USD, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി. ഇതിൽ ബാങ്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി സപ്പോർട്ടിന് ഒരു ബൗൺസ് നടത്തിയാലും ലോങ് ടേം വ്യൂവില് സ്റ്റിൽ നെഗറ്റീവിൽ തന്നെയാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നെഗറ്റീവിൽ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മീഡിയം സ്ട്രോങ് ആയിട്ട് നിലനിർത്തി കാണുന്നത് നാസ്ഡാക്ക് മാർക്കറ്റാണ്. അതുപോലെ തന്നെ ഹൈ വോളറ്റാലിറ്റി പോസിറ്റീവിലേക്ക് വോളറ്റൈൽ മാർക്കറ്റിന് ഒരു സാധ്യത US ഓയിൽ, ഗോൾഡ്. വരും ആഴ്ചകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് നമുക്ക് നോക്കാം. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയുടെ നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. നിഫ്റ്റിക്ക് ഇൻട്രാഡേയിൽ 23,300, 350 ഈ ഒരു റേഞ്ചിൽ ഇൻട്രാഡേയിൽ ബൗൺസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ നിന്ന്, ലോവർ ലെവലിൽ നിന്ന് ബൈക്ക് ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിലാണ് നമ്മൾ ട്രേഡിംഗ് പ്ലാൻ നൽകിയിരുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സിൽ നമ്മൾ ഹയർ ലെവലിൽ നിന്ന്, ഏറ്റവും ഹയർ ലെവലിൽ നിന്ന് തന്നെ, ടോപ്പിൽ നിന്ന് തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. അതിനുശേഷം ഇപ്പോഴും ട്രെൻഡ് പോസിറ്റീവിലേക്ക് കടന്നിട്ടില്ല. സപ്പോർട്ടിൽ നിന്ന് ഒരു ബൗൺസ് നടത്തിയാലും നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് 24,066. ഇതിനു മുകളിലേക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയതിനു ശേഷം ബിഗ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയതിനു ശേഷം സപ്പോർട്ടിന്റെ അടുത്ത് കിട്ടുമ്പോൾ നല്ല ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതുവരെ ഈ ഒരു സിറ്റുവേഷൻ സെല്ലിലാണ് നിലനിൽക്കുന്നത്. ട്രെൻഡ് സ്റ്റിൽ സെല്ലിലാണ് നിലനിൽക്കുന്നത്. ഈ ഒരു ലെവലില് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് ഒരു സാധ്യതയുണ്ട്. അപ്പോൾ വരും ദിവസം ഒരു ക്ലോസിങ് ഇതിന്റെ ഒരു മുകളിൽ നിലനിർത്തുമോ ഇല്ലയോ അനുസരിച്ചാണ് നമുക്ക് ട്രേഡിംഗ് പ്ലാൻ ആയിട്ട് എക്സാക്റ്റ് ആയിട്ട് ഒരു ലോങ് ടൈം വ്യൂ നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് ഇൻട്രാഡേയിൽ എക്സാക്ട് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്ത എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. നിഫ്റ്റിയിലായാലും ഇതേപോലത്തെ ഒരു ബൗൺസ് മുൻപ് സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു ബൗൺസ് നടത്തിയപ്പോൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു സ്റ്റിൽ സ്ട്രോങ് സെല്ലാണ്. അതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. ഇപ്പോഴും ബൈയിലേക്ക് കടന്നായിട്ട് കാണുന്നില്ല. അപ്പൊ അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ, ദിവസങ്ങളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന കൺസോൾട്ടേഷൻ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. സ്റ്റിൽ നെഗറ്റീവിലാണ്. പക്ഷെ ഈ ഒരു ലെവലിൽ യു ടേൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ ആണ്. ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യും എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ലോവർ ലെവലിൽ നിന്നുള്ളൊരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി റിസ്ക് ആണ്. ഈ ഒരു ലെവലിൽ നിന്നായാലും നമ്മളൊരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ നൽകിയിരുന്നത്. അപ്പൊ ബാങ്ക് നിഫ്റ്റി ആയിട്ട് ഈ ഒരു ലെവലിൽ എക്സാക്റ്റ് ആയിട്ട് ബൗൺസ് ചെയ്തിരുന്നാലും ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ആയിട്ട് ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതേപോലെ തന്നെ ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ലോങ് ടൈം വ്യൂവില് ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഹെഡ്, ഇത് ഷോൾഡർ, ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഫോം ചെയ്തിട്ടാണ് ബാങ്ക് നിഫ്റ്റി നിലനിർത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. ഇത് തൽക്കാലമായിട്ട് സപ്പോർട്ട് എന്നുള്ള ഒരു ബോക്സ് ആണ്. അപ്പോൾ ഇതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് ആദ്യത്തെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും, പിന്നീട് ഇതും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. കാരണം ഈ രണ്ട് റെസിസ്റ്റൻസ് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് നമുക്കൊരു ബൈലേക്ക് എന്നും പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു ലെവലും റെസിസ്റ്റൻസ്, കാരണം ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഫോം ചെയ്താൽ ഈ ഒരു ലെവൽ, ഈ ലെവലൊക്കെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ അത് ആക്ട് ചെയ്യും. പക്ഷെ ഫൈനലി ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഫാൾ ആക്റ്റീവ് ആകും. താഴത്തേക്ക് വലിയൊരു ഫണ്ണുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ട്രെൻഡ് സ്റ്റിൽ പോസിറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല. സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ് നിലനിൽക്കുന്നത്. സെയിം സിറ്റുവേഷൻ നിലനിൽക്കുന്ന അല്ലെങ്കിൽ സെയിം സിറ്റുവേഷൻ നടന്നിരിക്കുന്ന ഒരു സ്റ്റോക്ക് നമുക്ക് കാണിച്ചു തരാം, റിലയൻസ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് ആയാലും ഇത് സെയിം പാറ്റേൺ ഫോം ചെയ്തിട്ടാണ് ഫാൾ വന്നിരിക്കുന്നത്. ഇത് വീക്ക്നെസ് ആയതിനു ശേഷം, ഇത് സെൽ ആക്റ്റീവ് ആയതിനു ശേഷം ഒരു ബൗൺസ് മാർക്കറ്റിൽ നടത്തി. ബൗൺസ് നടത്തിയെങ്കിലും ഈ ഒരു ലോവർ ലെവലിലായാലും ഇതിന് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ, യു ടേൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സപ്പോർട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ബൗൺസ് നടത്തിയിരിക്കുന്നത്.
അപ്പൊ ഇതിന്റെ ഒരു സിറ്റുവേഷനിലായാലും ഈ ഒരു ലെവലും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഇത് രണ്ടും എക്സാക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തതിന് ശേഷം അതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഈ ലോങ് ടൈം വ്യൂവിൽ ഏതാണ് കാണിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ട്രെൻഡ് ചെയ്തു ഈ ഫാള് ആയിട്ട് സ്റ്റിൽ സ്ട്രോങ് ആയിട്ടുള്ള നെഗറ്റീവ് തന്നെയാണ് നിലനിൽക്കുന്നത്. സെയിം സിറ്റുവേഷനും തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷനും. പക്ഷെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും സഡൻ ആയിട്ടുള്ള എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു മൊമെന്റത്തിലാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ കേസ് ഈ പാറ്റേൺ ഫെയിലിയർ ആകണം, ഇതിന്റെ മുകളിലേക്കെങ്കിലും പാറ്റേൺ ഫെയിലിയർ ആയി എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇൻട്രാഡേ ലെവലിൽ എക്സാക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ട് മാനേജ് ചെയ്താൽ റൈറ്റ് ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്, എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ 23,230 താഴെ നിർത്തിയാൽ മാത്രമാണ് വീക്ക്നെസ് വരുള്ളൂ. അല്ലെങ്കിൽ ഈ ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാൻ ശ്രമിക്കും. ബയർ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്ന. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും 20,400 താഴെ നിലനിർത്തിയാൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരും. ഈ ഒരു ലെവലിൽ നിന്ന് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 24,065 ബയർ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാം. 24,040 സ്റ്റോപ്പ് ലോസ് പ്ലേസ് കൊണ്ട് ബയർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അടുത്ത റെസിസ്റ്റൻസ് 24,200. അതിനുശേഷം റെസിസ്റ്റൻസ് 24,330 റെസിസ്റ്റൻസ് ആണ്. ഓപ്പൺ ചെയ്യുന്ന വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്. അപ്പൊ അതേപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ട് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. സപ്പോർട്ടിനോട് താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്. ചെറിയ ടൈം ഫ്രെയിമിൽ ലോ ബ്രേക്ക് ചെയ്ത ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ 23,400 അടുത്തെത്തുമ്പോൾ ശ്രദ്ധിക്കണം. ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുമ്പോൾ തിരിച്ചു മുകളിലേക്ക് ബൗൺസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ട്രേഡിംഗ് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പൊ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും 51,335 മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടോ നോക്കുക. അതിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്താൽ വീക്ക്നെസ് ആണ്. ഷോർട്ട് സെൽ തന്നെയാണ് സാധ്യത. 950, അതായത് 50,950 സപ്പോർട്ടാണ്. 50,855 സപ്പോർട്ടാണ്. ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് മാനേജ് ചെയ്യേണ്ടത് ഈ ലെവലിൽ നിന്ന് ബൈക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് നൽകാനായിട്ട് സാധിക്കുള്ളൂ. 855 താഴെയാണ് വീക്ക്നെസ്. 850 താഴെ ഹോൾഡ് ചെയ്തതിന് ശേഷം ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 50,550 സപ്പോർട്ടാണ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. കൊണ്ടൊരു താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്. 50,550, 50,595 സപ്പോർട്ട് തന്നെയാണ്. അതുപോലെ അതിനുശേഷം 50,460 സപ്പോർട്ട്. 50,300 സപ്പോർട്ട്. ലോവർ ലെവൽ ഈ ലെവലിൽ എത്തുമ്പോൾ ശ്രദ്ധിക്കുക. ഈ ലെവലിൽ നിന്ന് ചിലപ്പോൾ ബൗൺസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള സപ്പോർട്ടാണ് ലോവർ ലെവലിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്യുക. ലോവർ ലെവൽ 50,300, അതിനുശേഷം 50,085, 50,000, 49,960 ഒക്കെയാണ് ലോവർ ലെവലിൽ സപ്പോർട്ട് വരുന്നത്. ഇതനുസരിച്ച് മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ ഫിൻനിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫിൻനിഫ്റ്റി 23,665 സപ്പോർട്ടിന്റെ താഴെയാണ്. വീക്ക്നെസ് ആണ്. ചെറിയ ടൈം ഫ്രെയിമിൽ ലോ ബ്രേക്ക് ചെയ്ത ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യും. 23,665 മുകളിലാണെങ്കിൽ 720 കൂടി ബ്രേക്ക് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ഇതിന്റെ ഒരു താഴെ നിലനിർത്തി കഴിഞ്ഞാൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയാൽ പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് സാധ്യത. 23,460 സപ്പോർട്ട്. 23,460 താഴെ നിലനിർത്തി കഴിഞ്ഞാൽ 23,330 സപ്പോർട്ട്. അതിനുശേഷമുള്ള സപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ഫോളോ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന ഒരു സമയത്തായാലും ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിലാണെങ്കിൽ ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. അടുത്ത റെസിസ്റ്റൻസ് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഇത്തര സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ട്രെൻഡ് നിൽക്കാൻ സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് ഒരു ദിവസത്തെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.